പ്രിയപ്പെട്ടവരെ, ബന്ധപ്പെട്ട് വന്ന എല്ലാവരും സമാധാനത്തോടെ ഈ യോഗത്തിലേക്ക് ഇരിക്കണം. എല്ലാവരും വാ. പോലീസ് പിന്മാറണം, പ്ലീസ്. പോലീസ് ബാക്കോട്ട് പോവാ. ഒരു കാര്യം പോലീസോട് പറയുന്നു. പോലീസോട് പറയുന്നു. ഇന്നലെ ഞങ്ങളുടെ യഥാർത്ഥ വോട്ടർമാരെ അടിച്ച് കമ്മ്യൂണിസ്റ്റുകാരൻ ഓടിച്ചപ്പോൾ വീര്യം ഓർന്നിട്ടില്ല. ഞങ്ങളുടെ പ്രകടനത്തിലുള്ള വീര്യം വേണ്ട, മാറിക്കോളൂ, കുറെ മാറിക്കോളൂ, ഞാൻ ഇവിടെ ഇരിക്കും. ഞങ്ങൾ പോലീസ് എന്തെങ്കിലും ഒരു കാര്യം പറയാം, എന്തെങ്കിലും മർദ്ദനമോ പോലീസിന്റെ ഭാഗത്തുണ്ടായാൽ മാറിക്കോളൂ. ഭദ്ര, ഇതാ കോഴിക്കോട് DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാറാണ് ഇപ്പോൾ പ്രവർത്തകരോട് സംസാരിക്കുന്നുണ്ടായിരുന്നത്. അതിനിടെ പ്രവർത്തകർ ആവശ്യപ്പെട്ടത് പോലീസ് വീണ്ടും ശരീരത്തിൽ പോലീസ് തൊട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മരിച്ചു വീണിട്ട് നിങ്ങളെ തൊടുകയുള്ളൂ. ഒരാളും തൊടില്ല. ഇവിടെ പോലീസിന് ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കാൻ സാധിക്കുന്നില്ല. അക്രമികളെ പ്രോത്സാഹിപ്പിക്കുന്ന, അക്രമികൾക്ക് ഒത്താശ പാടുന്ന പോലീസുകാരൻ ഇന്ന് ഇവിടെ ശിഖണ്ഡികളായി മാറിയിരിക്കുന്നു. കോഴിക്കോട് ഒരു തർക്കമില്ല. ഞാൻ പറയുന്നു, മിസ്റ്റർ ഐസൻ കമ്മീഷണർ, ഞങ്ങളെടുത്ത് വേണ്ട, ഞങ്ങളെടുത്ത് ശ്രമിച്ചാൽ ആ കൈ പൊള്ളിയിരിക്കും. കോഴിക്കോട്ടെ കോൺഗ്രസ് പറഞ്ഞത്. ഇന്ന് നമ്മുടെ ഹർത്താലാണ്. നമ്മൾ CPM-കാരല്ല, നമ്മൾ DYFI-കാരല്ല, നമ്മൾ അക്രമികളല്ല, നമ്മൾ കൊട്ടേഷക്കാരല്ല, നമ്മൾ മയക്കുമരുന്ന് അടിക്കുന്നവരല്ല, നമ്മൾ സാധാ കോൺഗ്രസ് പ്രവർത്തകരാണ്. ഇന്നലെ ഉണ്ടായ സംഭവം നിങ്ങൾക്കറിയാം. ചേവായൂർ സംരക്ഷണ ബാങ്ക് തെരഞ്ഞെടുപ്പ് വോട്ട് ചെയ്യാൻ വരുന്ന വോട്ടർമാർക്ക് സംരക്ഷണം കൊടുക്കണമെന്ന ഹൈക്കോടതിയുടെ ഉത്തരവ്, ഐഡന്റിറ്റി കാർഡ് വെരിഫൈ ചെയ്യണമെന്ന ഡിപ്പാർട്ട്മെന്റ് ഉത്തരവ്, ഈ ഉത്തരവെല്ലാം ലംഘിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ കള്ളവോട്ട് ചെയ്തു. വോട്ട് ചെയ്യാൻ വന്ന സാധാരണക്കാരായ അമ്മമാരെയും സഹോദരിമാർ വരെ DYFI ഗുണ്ടകൾ പോളിംഗ് ബൂത്ത് കയ്യേറി അടിച്ചോടിപ്പിച്ചു. ഇന്നലെ ആ കമ്മ്യൂണിസ്റ്റുകാർക്ക് മുത്തം കൊടുത്ത ഈ നാണമില്ലാത്ത പോലീസാണ് ഇപ്പോൾ നമ്മളെ നേരിടാൻ വന്നിരിക്കുന്നത്. ആ നേരിടൽ ഞങ്ങൾ തിരിച്ചു നേരിടുക തന്നെ ചെയ്യും എന്നാണ് പറയുന്നത്. ഒരു കാര്യം പറയാം, ഈ പ്രതിഷേധം ഇന്ന് അവസാനിക്കുന്നില്ല. പോലീസ് കേട്ടോളൂ, ഇന്ന് ഞങ്ങൾ ഹർത്താലാണ്. ഞങ്ങൾ പ്രതിഷേധം ഒരാഴ്ചക്കുള്ളിൽ ഇതിനൊക്കെ നേതൃത്വം കൊടുത്തൊരു തമ്മാടിയുണ്ട്, ഉമേഷ് എന്ന ഐസൻ കമ്മീഷണർ. അവന്റെ ഓഫീസിലേക്ക് ജില്ലയിലെ കോൺഗ്രസ് അടുത്ത ദിവസം അടിച്ചോ, അടിച്ചോ, ഞങ്ങളെ കൊന്നോ, അടിച്ചോ, പുറകോട്ട് പോകില്ല. ഇത് കോഴിക്കോടിന് യോജിച്ച രീതിയല്ല. ഇന്നലെ CPM കാണിച്ച രീതി കോഴിക്കോടിന്റെ പാരമ്പര്യത്തിനെതിരാണ്, പൈതൃകത്തിനെതിരാണ്, സംസ്കാരത്തിനെതിരാണ്. കോഴിക്കോട്ടെ പ്രബലമായ രാഷ്ട്രീയ പാർട്ടി നിലക്ക്, ഐതിഹാസികമായ ദേശീയ സമരത്തിന്റെ വാഗ്ദാന നിലക്ക് ആ പാരമ്പര്യവും പൈതൃകവും നഷ്ടപ്പെടുത്താൻ ഞങ്ങൾ അനുവദിക്കില്ല. കമ്മ്യൂണിസ്റ്റോട് പറയുന്നു, കോഴിക്കോട് കണ്ണൂർ ആവർത്തിക്കാൻ ഞങ്ങൾ അനുവദിക്കുന്ന പ്രശ്നമില്ല. ഇത് കഴിഞ്ഞ് ഒരു സംശയം വേണ്ട. അല്ല, ഞങ്ങൾ വ്യാപാരികളോടും യാത്രക്കാരോടും വാഹനങ്ങളോടും ഒരു അപ്പീൽ നടത്തിയിട്ടുണ്ട്. കോഴിക്കോടിന്റെ ചരിത്രത്തിൽ അതൊരു ജനാധിപത്യ അവസരമാണ്. അമ്മമാരെയും സ്ത്രീകളെയും ആക്രമിക്കുമ്പോൾ കയ്യും കേട്ടുനിന്ന പോലീസിനെതിരെ ഞങ്ങൾ പ്രതിഷേധം വെക്കുന്നു. ആ പ്രതിഷേധത്തോട് സഹകരിക്കണമെന്ന വളരെ മാന്യമായ അപ്പീൽ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോഴും 9ഓളം ആളുകൾ ആശുപത്രിയിൽ, ആണുങ്ങൾ 5ഓളം സ്ത്രീകൾ ആശുപത്രിയിൽ. പലരും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. ഇന്നലത്തെ വേദനയുണ്ട്. അവർക്ക് വേണ്ടി പ്രതിഷേധിക്കാൻ ഞങ്ങളെല്ലാം ആരാണത്? ആ പ്രതിഷേധം നടക്കുമ്പോൾ ആ അപ്പീൽ കേൾക്കാത്ത ആളുകളെ പ്രവർത്തകർ, അത് ഞങ്ങൾ ഉത്തരവാദികളല്ല. പക്ഷെ ഞങ്ങൾ സമാധാനപൂർവ്വമാണ് ഹർത്താൽ. പക്ഷെ ഹർത്താലിനെ വെല്ലുവിളിക്കാൻ ആരൊക്കെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ
അതിനെ പ്രതിരോധിക്കാൻ പ്രവർത്തകർ പോയാൽ അത് അവരനുഭവിച്ചുകൊള്ളുന്നത് മാത്രമേ പറയാനുള്ളൂ. മെഡിക്കൽ കോളേജിലേക്ക് ആളുകൾ ലോട്ടറി വാങ്ങിയിട്ടല്ലല്ലോ പോവുക. അവിടെ തുറന്നു വെച്ച ലോട്ടറി കടയാ. ആവശ്യമില്ലാത്ത ഇത് വെക്കണ്ട. ഇവിടെ തുറന്നു വെച്ച കടകൾ, മാവൂരുള്ള ചെരുപ്പ് കട, മലബാർ ഗോൾഡിന്റെ സ്വർണം, ഇത് വാങ്ങിയിട്ടാണോ മെഡിക്കൽ കോളേജിലേക്ക് പോവുക? ഇത് വാങ്ങിയിട്ടാണോ മെഡിക്കൽ കോളേജിലേക്ക് പോവുക? ഞങ്ങൾ വാഹനം തടഞ്ഞിട്ടില്ല. നിങ്ങൾ ബസ് കണ്ടില്ലേ? പോലീസ് ബസ്സാണ്. കാണാത്ത പോലീസിന്റെ ഒരു സ്വകാര്യ വാഹനം പോലും ഞങ്ങൾ തടഞ്ഞില്ല. അവശ്യ സർവീസ് തടഞ്ഞില്ല. ഒരു ചെറിയില്ല. പിന്നെ റൂട്ടിലോടുന്ന ബസ് ഞാൻ ചോദിക്കട്ടെ, ഒരു പാസ് കിട്ടാത്തതിന്റെ പേരിൽ ഒരു വിദ്യാർത്ഥി പ്രതിഷേധിച്ചാൽ പണിമുടക്കുന്ന ബസ്സുകാരല്ലേ ഇവര്? ഇത്രയ്ക്ക് വലിയ അക്രമം നടന്നിട്ട് ഒരു ദിവസം പ്രതികരിക്കാൻ പറ്റിയില്ലെങ്കിൽ അതിന്റെ പ്രതിരോധം അവർ നേരിട്ടോട്ടെ. ഞങ്ങളെ ആക്രമണത്തിലില്ല, അത്രയേ ഉള്ളൂ. ഇന്നലെ കാണാത്ത പോലീസിനെ ഇന്ന് കാണുന്നു നിങ്ങൾ. ഇതാ 2 ബസ് പോലീസാ. അപ്പൊ നമുക്ക് DCC ഓഫീസിൽ പിരിയാം. തിരിച്ചങ്ങോട്ടേക്ക് DCC-യിലേക്ക്. ഒരക്രമവും വേണ്ട കേട്ടോ. നമ്മൾ തുടങ്ങിയിടത്തേക്ക് കോഴിക്കോട് ഹർത്താൽ അനുകൂലികൾ പ്രതിഷേധം നടത്തുകയാണ്. ഇപ്പോൾ DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ സംസാരിക്കുകയായിരുന്നു. റിയാസ് KM വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി. റിയാസ്, കഴിഞ്ഞ ദിവസം ഈ ചെവായൂർ ബാങ്ക്